ശിവാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ നമ്മൾ അരി വെച്ചിട്ടുള്ള ഇഡ്ഡലിയും ദോശയൊക്കെ ആയിരിക്കും മിക്കപ്പോഴും കഴിക്കുന്നുണ്ടാവുക. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. തലേന്നൊന്നും അരി കുതിർത്ത് വയ്ക്കാതെ വെറും 15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇപ്പോൾ സാധാ ഇഡ്ഡലി പോലെ അത്ര പൊന്തി വന്നിട്ടില്ലെങ്കിലും ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇഡ്ഡലി കേട്ടോ. നമുക്ക് കഴിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. പാൻ ചൂടായതിനു ശേഷം അതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി കടുക് നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം 1/2 ടീസ്പൂൺ നല്ല ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ചോളപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് ചോളപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചൂടാക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ബാറ്റർ റെഡിയാക്കിയെടുക്കാം. ബാറ്റർ റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് നമ്മുടെ ചോളപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ചെറിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒരു പിടി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ തൈരും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ തൈര് എടുത്തിട്ടുള്ളത് നമ്മുടെ ചോളപ്പൊടി എടുത്ത കപ്പിന് 2 കപ്പ് തന്നെയാണ് കേട്ടോ. നമ്മൾ എത്രയാണോ ചോളപ്പൊടി എടുക്കുന്നത് വെച്ചാൽ അതേ അളവിൽ തന്നെ തൈരും കൂടി എടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇഡ്ഡലീൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ ബാറ്റർ ആയിട്ടുണ്ട്. പിന്നെ നമുക്കിതൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ ഇവിടെ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു ബാറ്റർ കൊണ്ട് ഇഡ്ഡലി മാത്രമല്ല ദോശയും കൂടി ഉണ്ടാക്കാം കേട്ടോ. അപ്പം ദോശയും കൂടി ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ബേക്കിംഗ് സോഡ ഇടുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് മാവ് വേറൊരു പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിതിലോട്ട് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ദോശയ്ക്ക് വേണ്ട മാവ് ഞാൻ വേറെ ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ആ മാവിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട്, ഇതിപ്പോൾ ഇഡ്ഡലീൻ്റെ ആ ഒരു ബാറ്ററാണല്ലോ, അപ്പോൾ നമുക്ക് ദോശ പറയുമ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അതിന്ന് ആ ബാറ്റർ ഒന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്ന് ലൂസാക്കി എടുക്കാം. ദോശ ചുടുന്ന സമയത്ത് നമുക്ക് ബേക്കിംഗ് സോഡ ഇതിലേക്ക് ചേർക്കണ്ട കേട്ടോ. ഇഡ്ഡലി ചുടുന്നതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇഡ്ഡലി തട്ടിലോട്ട് എണ്ണ തടവിയതിന് ശേഷം മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഇവിടെ കിടന്നൊന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം. ചൂടായ പാനിലോട്ട് നമ്മുടെ ദോശ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് പരത്തി ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചട്നീൻ്റെ കൂടെയും മറ്റുള്ള കറീൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്.